ദേശീയ ഫൈബർ നെറ്റ്വർക്ക് രാജ്യത്ത് ആദ്യം പൂർത്തീകരിച്ച ജില്ലയായി ഇടുക്കി മാറി. രാജ്യത്തെ 2.5 ലക്ഷത്തോളം ഗ്രാമപഞ്ചായത്തുകളിൽ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ലഭ്യമാക്കുന്ന നാഷണൽ ഫൈബർ നെറ്റ്വർക്കാണ് ഇടുക്കി ജില്ലയിൽ പൂർത്തിയായത്. രാജ്യത്ത് ആദ്യമായാണ് ഒരു ജില്ല പൂർണ്ണമായും പദ്ധതിയുടെ കീഴിൽ വരുന്നത്. 6 മാസത്തിൽ താഴെ സമയമെടുത്താണ് ഇടുക്കി ജില്ലയെ ഫൈബർ നെറ്റ്വർക്കിന് കീഴിലാക്കിയത്. 20,000 കോടി രൂപയോളം ചെലവുള്ള പദ്ധതി സംസ്ഥാനത്ത് 75 കോടിയോളം രൂപ ചെലവിട്ടാണ് നടപ്പിലാക്കുന്നത്. BSNLന്റെ നിലവിലുള്ള ഫൈബർ കേബിളുകൾ കൂടാതെ പുതിയ കേബിളുകൾ കൂടിയിട്ടാണ് ഇടുക്കി ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളെയും നാഷണൽ ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്കിന് കീഴിലാക്കിയത്. വിദ്യാഭ്യാസം, വിനോദം, പരിസ്ഥിതി, വ്യാപാരം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിലും ഗവേണൻസ് മേഖലയിലും രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളെയും ഇന്റർനെറ്റിലൂടെ കോർത്തിണക്കാൻ പദ്ധതി വഴി കഴിയും. 2011 കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി ആവിഷ്കരിച്ചത്. 2011 ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ഫൈബർ നെറ്റ്വർക്ക് സംവിധാനങ്ങൾ കേരളത്തിൽ, അതായത് ഇടുക്കി ജില്ലയിലെ 52 പഞ്ചായത്തുകളിലും 8 ബ്ലോക്ക് പഞ്ചായത്തുകളിലും വളരെ ദ്രുതഗതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിച്ചു. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വളരെയധികം മുന്നോട്ട് പോകുവാൻ ഈ ഫൈബർ പദ്ധതിക്ക് സാധിക്കും എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. മികച്ച ബാൻഡ് വിഡ്ത്തോടെയുള്ള ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയാണ് പദ്ധതി പൂർത്തിയാകുന്നതോടെ ലഭ്യമാകുക. കേരളത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത് സംസ്ഥാന IT മിഷന്റെ പിന്തുണയോടെയാണ്. ഇടുക്കി ജില്ലയിലെ 8 ബ്ലോക്കുകളെയും 52 ഗ്രാമപഞ്ചായത്തുകളെയുമാണ് നെറ്റ്വർക്ക് സംവിധാനത്തിൽ ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. ആന്റണി മുനിയറ, ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.